ഹായ്. അപ്പം കുറച്ച് കൂട്ടുകാർ നമ്മുടെ കമൻറ്റിൽ വന്ന് ചോദിച്ചു ഹോം ടൂർ ചെയ്യാമോ എന്ന്. അങ്ങനെ ചോദിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവർക്ക് ഈ വീട് എങ്ങനെ ഉണ്ടെന്ന് അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിച്ചതെന്ന് മനസ്സിലായി. എന്തായാലും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്തായാലും കാണാം. എന്തായാലും കന്നിമൂല എന്ന് തന്നെ തുടങ്ങാം. ഇതാണ് കന്നിമൂല ബെഡ്റൂം. എൻ്റെ അല്ല, ചേട്ടൻ്റെയാണ്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ചിന്നപ്പ് ചെയ്യാനായിട്ടൊരു ബാറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്ക് ഞാലിയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം സ്ട്രോങ് ആണ്, കുഴപ്പമില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ വയലിനും ഓടക്കുഴലും ഇവിടെ മയിൽപ്പീലി സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അല്ലറ ചില്ലറ വെച്ച സാധനങ്ങൾ. ഈ ലാപ്ടോപ്പൊന്നും നമ്മുടെ അല്ല. പിന്നെ അടുത്ത തട്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അല്ല, എൻ്റെ ചേട്ടൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ച ഓലക്കാൽ, എന്തോടാ അതിന് പറയുന്നേ, ആശാൻ പള്ളിക്കൂടത്തിൽ ആശാൻ എഴുതി തന്ന ഓല. ഏകദേശം 10-25 വർഷമായിട്ട് കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് മനിലാൽ. ഫാ ഫീ ഫീ ഫൂ ഫൂ. ബാക്കി കുറച്ചൊക്കെ ചെതല് കൊണ്ടുപോയി. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെയല്ല, സോറി, രാരീരു എല്ലാം അങ്ങനെ, ഇതെല്ലാം മയിൽപ്പീല് പോലെ ഭദ്രമായിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ തൊട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡുകൾ എല്ലാം അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതേ അവൻ്റെ 5ാം ക്ലാസ്സിലെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് എൻ്റെ 4ാം ക്ലാസ്സിലെ. പിന്നെ ഇത് ഞാൻ +2. ഇത് 8ാം ക്ലാസ്സിലെ. പിന്നെ ഇത് 10ാം ക്ലാസ്സിലെ. ഇച്ചിരി നനഞ്ഞ് മോശമായിപ്പോയി. ഇത് 9ാം ക്ലാസ്സിലെ. ഓക്കെ, ഇത് അവൻ്റെ +2ലെ. ഓക്കെ, ഇതൊക്കെ കാണുമ്പം പഴയ കാലങ്ങൾ ഓർമ്മ വരുന്നു. ഓർമ്മകൾ വേണ്ട. ഓക്കെ, പിന്നെ അവിടുന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഡൈനിങ് ഹാള് വരുമ്പോൾ കാണാം മനിലാൽ ഉഷയിരുന്ന് ചക്കക്കുരു സെറ്റ് ചെയ്യുന്നു. ഇന്ന് ഉച്ചക്കത്തേക്ക് ഇന്ന് ചക്കക്കുരുവാണ്. ഇത്ര നേരം കൊണ്ട് ഇത്രയായി. ഇവിടാണ് അടുക്കള ഇപ്പോഴേ കാണിക്കില്ല, കാരണം ഇവിടെ എല്ലാം പെയിൻ്റ് അടിച്ച് വൃത്തിയായി വന്നപ്പോഴത്തേനും പൈസ തീർന്നു പോയി. അപ്പോൾ അടുക്കള പെയിൻ്റ് അടിക്കാൻ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണിക്കാം. അത് മനിലാലിൻ്റെ കല്യാണം ആകുമ്പോഴത്തേന് വൃത്തിയാക്കത്തില്ലേ അമ്മേ? പെയിൻ്റ് അടിക്കുമല്ലോ ഇല്ലയോ? ഓക്കെ. പിന്നെ അവിടെ അതുപോലൊരു ബെഡ്റൂം ഉണ്ട്. അവിടെയും പെയിൻ്റ് അടിച്ച് വന്നപ്പോൾ പെയിൻറ്റ് തീർന്നു പോയി. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ മോള് പൊന്നു വരച്ച ചിത്രമാണ്. ഫാബ്രിക് പെയിൻ്റ് അല്ലയോടാ? ഇത്രയേ ഉള്ളോ ഇന്ന് ഉച്ചക്കത്തേക്ക്? ഇത് മതിയാവോ? ഇതേ ഉള്ളൂ. കൊഞ്ചുണ്ട്. ഓക്കെ. ഹാളിലോട്ട് വരുമ്പോൾ പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അതും പെയിന്റ് അടിച്ച് വന്നപ്പോൾ പെയിന്റ് തീർന്നു പോയി. അപ്പോൾ പെയിന്റ് അടിച്ചിടം മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഹാളിലോട്ട് വരുമ്പോൾ ഇവിടെ ഇതേ കാണാം നമ്മുടെ പ്ലേ ബട്ടൺ, അമ്മയുടെ ചാനലിൻ്റെയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ചാനലിൻ്റെയും. പിന്നെ ഇവിടെ ഒരു സൈക്കിള് തൂക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. ഈ ഒരു ഹോൾഡർ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പേര് എന്തുവാണെന്ന് അറിയില്ല. ആദ്യം ഫിക്സ് ചെയ്തപ്പം പറഞ്ഞു വീണായിരുന്നു. പിന്നെ ഒരു പട്ടയൊക്കെ വെച്ച് ആങ്കർ ബോൾട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനിലാലും ലാലേട്ടനും. ഇത് മനിലാലും സന്തോഷ് സാറും, മനിലാൽ നിതിൻ ചേട്ടൻ, ശീല സന്തോഷ് ചേട്ടൻ. പിന്നെ ഇത് അച്ഛൻ്റെ ഫോട്ടോ മനിലാൽ വരച്ചതാണ്. ഓക്കെ. പിന്നെ ഇവിടെയും കുറച്ച് ഫോട്ടോസ് വരച്ചിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ മോൻ, ഇത് ചേട്ടൻ്റെ മോൻ. പിന്നെ ഇത് പറയണ്ടല്ലോ, മനിലാലിൻ്റെ ഇഷ്ടതാരം അമ്പിളിച്ചേട്ടൻ. പിന്നെ കുറച്ച് അവാർഡുകൾ കാണാം. ഒന്നും എൻ്റെ അല്ല, മനിലാലിൻ്റെയാണ്. എന്തിൻ്റെ എടാ? സൈക്ലിങ്ങിന് പോയതിൻ്റെ കുറച്ച് ബഹുമതികൾ അവിടെ ഇരിക്കുന്ന കാണാം. ഒരെണ്ണം എൻ്റെ +2 പാസ്സായതിൻ്റെ. പിന്നെ കലവടി, ഉറിയടി, അങ്ങനെ കുറച്ച് സംഭവത്തിന് കിട്ടിയ ട്രോഫികൾ. ഇത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് മനിലാലിൻ്റെ കുട്ടിക്കാലം. ഇതിപ്പോഴത്തേത് 2 വയസ്സ് പ്രായമുള്ള, തെളിച്ചമില്ല, വേറെ കാണിക്കാം. ജ്യേഷ്ഠനും മറ്റേത് മനിലാലും ഉണ്ട് ഇവൻ. പിന്നെ ഇത് ഞാൻ. ഇത് അമ്മയുടെ അച്ഛൻ്റെയും പഴയ ഫോട്ടോ. പിന്നെ ഫിഷ് ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഫിഷ് ടാങ്ക്. പിന്നെ ഇതേ അമ്മയുടെ സൈക്കിള്. ഇനി ഇതേ സിറ്റ് ഔട്ടിലോട്ട് പോകാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ചെടികൾ തൂക്കിയിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ പരിപാടിയല്ല, ഇതെല്ലാം മനിലാലിൻ്റെ പരിപാടിയാണ്. എടാ, ഇതെന്തോ ചെടിയാടാ? പേരെന്തോടാ ഇതിൻ്റെ? ചെടിയുടെ പേര് അവനും അറിയില്ല എന്താണെന്ന്. കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ ഇല്ലയോ? മണി പ്ലാന്റ് ആണെന്നാണ് അവൻ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് സസ്യങ്ങൾ കാണാം. ഇതൊക്കെ എന്തോ ആണെന്ന് എനിക്കും അറിയില്ല, പേരൊന്നും എനിക്കറിയില്ല. ഓക്കെ. പിന്നെ കുറേ പേര് കമൻറ്റിൽ പറയുന്നുണ്ട് എന്തോരം ബൈക്കുകളാണെന്ന്. അപ്പം ഇത് പഴയ ബൈക്കാണ്. ഇത് കൊടുത്തിട്ടും വലിയ ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് കൊടുക്കാൻ ഞാൻ. അപ്പോൾ കണ്ടീഷനായിട്ടുള്ള ബൈക്ക് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിരുന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ്, അത് കൊണ്ടുപോയി പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പം അത് എൻ്റെ സ്റ്റണ്ട് ബൈക്ക്. ഓക്കെ. അപ്പം വെളിയിൽ നിന്നുള്ള വിഷ്വൽ കാണുമ്പം ഇതിങ്ങനെ ഇരിക്കും. അവിടെ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചു, അവിടെ ഇവിടെയൊക്കെ പായൽ അങ്ങനെ. പിന്നെ ബാക്ക് വശമൊന്നും ഞാൻ കാണിക്കുന്നില്ല. ബാക്ക് വശമൊക്കെ ഭയങ്കര പെയിൻ്റ് അടിച്ചിട്ടില്ല. അപ്പം സാധാരണക്കാരുടെ വീടെല്ലാം ഇങ്ങനെയാണല്ലോ ഇല്ലേ? ഇത് അപ്പുറത്തെ വീട്ടിലെ ടാങ്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു മോട്ടർ ഓഫാക്കും. ഓക്കെ. ചിലപ്പോൾ കേൾക്കത്തില്ല. അതെ, ഓഫായി.
പിന്നെ ഞാൻ ദേ ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ മിക്കപ്പോഴും വന്നിരിക്കും. അന്നേരം ഫ്രണ്ട്സൊക്കെ ഇതിലെ ബൈക്കിലൊക്കെ പോകുന്നേരം അവർ ഹായ് പറയും, ഞാനും ഹായ് പറയും. അങ്ങനെ പിന്നെ ചിലരിങ്ങനെ നടന്നു വന്ന് ഇങ്ങനെ ചോദിക്കും, മോനെ എന്ത് പരിപാടി? അതേ പറയാം ഇങ്ങനെ ഇരിക്കുക, മോനെ ഒരു ഹെൽപ്പ് ചെയ്യാവോ? അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാം അയ്യോ ഇപ്പോൾ കുറച്ച് തിരക്കാണേന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി വലിയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ എളിയ ഹോം ടൂർ വീഡിയോ ഞാനങ്ങനെ ചെയ്ത് വലിയ ശീലമില്ല, പറ്റുന്ന പോലെ ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, ചക്കക്കുരും ചോറും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അന്നേരം ബൈ.